നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചൊരു വ്യക്തി ഓരോ നാളുകളിലും ജനിച്ചവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം എപ്രകാരമായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അശ്വതി. വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് അശ്വതിയും തൃക്കേട്ടയും. അതുകൊണ്ട് തന്നെ ഈ നാളുകൾ തമ്മിൽ ചേരില്ല. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കുറഞ്ഞിരിക്കും. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും അടിക്കടി ഉണ്ടാകും. തൃക്കേട്ടയെ മാനേജ് ചെയ്യാൻ പലപ്പോഴും അശ്വതിക്ക് സാധിക്കണം എന്നില്ല. രണ്ടാളുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും, മറ്റുള്ളവർ വിവാഹമോചനത്തിൽ എത്തും. ഇനി മനസ്സുകൊണ്ട് ഇവർ തമ്മിൽ ഐക്യം ഉണ്ടെങ്കിൽ തന്നെയും സാമ്പത്തികമോ തൊഴിൽപരമോ ആരോഗ്യപരമോ അല്ലെങ്കിൽ ഒരാളുടെ ദുർശീലമോ ഒക്കെ കാരണമുള്ള പ്രയാസങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതായി കാണാറുണ്ട്. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ പുരോഗതി കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ചേരാത്ത നക്ഷത്രങ്ങളാണ് അശ്വതിയും തൃക്കേട്ടയും. ഭരണി നക്ഷത്രം. തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും ഭരണിയിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ നല്ല പൊരുത്തം ഉണ്ടാകാറുണ്ട്. പരസ്പരം സ്നേഹിച്ചും ഇല്ലായ്മകളിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തും മുന്നോട്ട് പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. തൃക്കേട്ടയെ മെരുക്കിയെടുക്കാൻ ഭരണിക്ക് സാധിക്കും. ഏറെക്കുറെ സ്ത്രീ പുരുഷ സമത്വം കാക്കുന്ന കുടുംബമായിരിക്കും ഇവർ നയിക്കുന്നത്. സമൂഹത്തിലും നല്ല സ്ഥാനം ഈ നക്ഷത്രങ്ങൾ ചേർന്ന കുടുംബങ്ങൾ ഉറപ്പിക്കാറുണ്ട്. എന്നാൽ തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീയും ഭരണിയിൽ പിറന്ന പുരുഷനും തമ്മിൽ ചേർച്ച കുറവാണ്. എന്നും കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടായി വരും. ഇവർ ചേരുന്ന കുടുംബങ്ങൾ സംഘർഷഭരിതമായി കാണാറുണ്ട്. തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക ഒരുപക്ഷെ വിവാഹ മോചനത്തിലും എത്തിയേക്കാം. കാർത്തിക നക്ഷത്രം. പൊരുത്തം വരുന്ന നക്ഷത്രങ്ങളാണ് തൃക്കേട്ടയും കാർത്തികയും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു പരിധിവരെ ഒത്തുപോകാൻ സാധിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും സമാസമം നിൽക്കുന്ന ദമ്പതികൾ ആയിരിക്കും ഇവർ. കുറേയേറെ സിമിലാരിറ്റീസ് ഇവരുടെ സ്വഭാവങ്ങളിൽ കാണാറുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് നിൽക്കാൻ ഇവർക്ക് കഴിയും. എന്നാൽ കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടായാൽ രണ്ടാളും വിട്ടുകൊടുക്കണം എന്നില്ല. നല്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ മറന്ന് സ്നേഹിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. സ്വന്തം കുടുംബത്തിന് വളരെയേറെ പ്രാധാന്യവും കരുതലും കൊടുക്കുന്നവരാകും ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ കുടുംബത്തെ മറന്ന് ഇവർ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇവർ ചേർന്ന കുടുംബങ്ങൾ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിൽ കഴിയുന്നത് കാണാറുണ്ട്. വീട്, ഭൂമി തുടങ്ങിയ ധാരാളം ആഗ്രഹങ്ങൾ ഇവർ സഫലീകരിക്കാറും ഉണ്ട്. സന്താനങ്ങളെ നല്ല നിലയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിയും. തൃക്കേട്ടയും ഇടവക്കൂറിലെ കാർത്തികയും ആയിട്ടാണ് കൂടുതലും പൊരുത്തം ഉള്ളത്. രോഹിണി നക്ഷത്രം. ചേർച്ചയുള്ള നാളുകളാണ് രോഹിണിയും തൃക്കേട്ടയും. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. ഏറെ നാൾ പരസ്പരം കാണാതെ ഇരിക്കാനോ കേൾക്കാതെ ഇരിക്കാനോ പിണങ്ങി കഴിയാനോ ഇവർക്ക് സാധിക്കില്ല. ഒരു വൈകാരികമായിട്ടുള്ള ആത്മബന്ധം ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. എങ്കിലും പൊസസീവായിട്ടുള്ള ഇത്തിരി പൊസസീവ്നെസ് ഉള്ള ദമ്പതികൾ ആയിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുക. തന്നെ മാത്രം സ്നേഹിക്കണമെന്ന വാശി തൃക്കേട്ട പുലർത്തും. അത് പല സംഘർഷങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ കാരണമാകാറും ഉണ്ട്. മറ്റുള്ളവരുടെ പേരും പറഞ്ഞാകും ഇവർ അധികവും കലഹിക്കാറുള്ളത്. ഇവർ തമ്മിലുള്ള അധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ പേരിലായിരിക്കും. സ്നേഹ കൂടുതൽ കാരണമുള്ള പ്രശ്നങ്ങളാണ് ഇവരുടെ ലൈഫിൽ അധികവും ഉണ്ടാകുന്നത്. തൃക്കേട്ട രോഹിണിയെ പല കാര്യങ്ങളിലും സംശയിക്കാനും ഇടയുണ്ട്. ഓരോരുത്തരുടെയും
തീരുമാനങ്ങൾക്ക് പരസ്പരം ഇവർ പല സന്ദർഭങ്ങളിലും വഴങ്ങിക്കൊടുക്കാറും ഉണ്ട്. ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവരാകും തൃക്കേട്ടയും രോഹിണിയിലും പെട്ട ദമ്പതികൾ. രോഹിണിയിൽ ജനിച്ച സ്ത്രീയും തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും തമ്മിലാണ് കൂടുതൽ ചേർച്ച ഉള്ളത്. മകയിരം. ഇടവക്കൂറിലെ മകയിരവും തൃക്കേട്ടയും തമ്മിൽ ഒന്നായാൽ അത്യാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ സാധിക്കും. വലിയ ഒത്തൊരുമ ഒന്നും ഇല്ല എങ്കിലും സ്നേഹിക്കാനും ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാനും ഈ ദമ്പതികൾക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. എന്നാൽ മിഥുനക്കൂറിലെ മകയിരവും തൃക്കേട്ടയും ഒരിക്കലും ചേരില്ല. എന്നും കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകും. അതിലൊരാളുടെ തീരുമാനങ്ങളോടും പ്രവൃത്തിയോടും അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റേയാൾക്ക് പലപ്പോഴും സാധിക്കണം എന്നില്ല. ഒരു കാര്യത്തിലും ഒരു ഐക്യം ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകാറില്ല. കുടുംബത്തിലെ നല്ല കാര്യങ്ങൾക്ക് പോലും ഇവർ തമ്മിലെ പ്രശ്നങ്ങൾ പലപ്പോഴും കല്ലുകടിയായി എന്നിരിക്കും. എങ്കിലും സന്താനലബ്ധിക്ക് ശേഷം കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കും. തീരെയും പറ്റാതെ വന്നാൽ വിവാഹമോചനത്തിൽ എത്തുന്നതായിട്ടും കാണാറുണ്ട്. തിരുവാതിര നക്ഷത്രം. ചേരാത്ത നാളുകളാണ് തൃക്കേട്ടയും തിരുവാതിരയും. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ പെട്ടവർ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എന്നും അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലൊരു സമാധാനമില്ലാത്ത അവസ്ഥയുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരാൾ മറ്റേയാളെ അടിച്ചമർത്താനും അനുസരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഐക്യമുണ്ടായാൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തൊഴിൽ പ്രശ്നങ്ങളോ ഒക്കെ കാരണം കുടുംബത്തിൽ സമാധാനം കുറഞ്ഞു പോകുന്നതായി കാണാറുണ്ട്. കുടുംബത്തിൽ പുരോഗതിയും ഇവർ ചേർന്ന കുടുംബത്തിൽ പുരോഗതിയും കുറഞ്ഞിരിക്കും. സന്താനലബ്ധിക്ക് ശേഷവും ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കണം എന്നില്ല. തീരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ആകാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് രൂക്ഷമാകുമ്പോഴും പലപ്പോഴും ഈ ദമ്പതികൾ വിവാഹമോചനത്തിലും എത്തിയേക്കാം. പുണർദം നക്ഷത്രം. മിഥുനക്കൂറിലെ പുണർദവും തൃക്കേട്ടയും ഒരിക്കലും ചേരില്ല. ഇവർ തമ്മിൽ എന്നും ഓരോ ഇഷ്യൂസ് ആയിരിക്കും. ഒരു പ്രശ്നം തീരുമ്പോൾ ഉടനെ അടുത്തതിങ്ങനെ വരും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി വളരെയധികം ഈ ദാമ്പത്യത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായി വരും. തൃക്കേട്ടയുടെ സ്വഭാവമായിട്ടും രീതികളുമായിട്ടും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പുണർദത്തിൽ ജനിച്ച വ്യക്തിക്ക് സാധിക്കണം എന്നില്ല. ഒരു കാര്യത്തിലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാതെ വരാം. നല്ല ദിവസങ്ങളിൽ പോലും സന്തോഷിക്കാൻ ആകാതെ വരാം. എന്നാൽ കർക്കിടകക്കൂറിലെ പുണർദവും തൃക്കേട്ടയും തമ്മിൽ ഒന്നായാൽ തരക്കേടില്ലാതെ ഒരുമിച്ച് പോകാൻ കഴിയും. തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കപ്പെടും. ഇതിൽ സ്ത്രീയുടെ നക്ഷത്രം പുണർദമായാൽ യോനിപ്പൊരുത്തം ഉണ്ടാവുകയും നല്ല നിലയിൽ കുടുംബത്തെ നയിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. പൂയം നക്ഷത്രം. വശ്യപൊരുത്തമുള്ള നാളുകളാണ് തൃക്കേട്ടയും പൂയവും. അതുകൊണ്ട് തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നതായി കാണാറുണ്ട്. സിൻസിയറായി സ്നേഹിക്കുന്ന ദമ്പതികളായിരിക്കും ഇവർ. പ്രധാന വിഷയങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. പല കാര്യത്തിലും പലപ്പോഴും വിട്ടുവീഴ്ചകളും ചെയ്യാൻ ഇവർ തയ്യാറാകാറുണ്ട്. ഒരാൾ പ്രതിസന്ധിയിൽ വീഴുമ്പോൾ മറ്റേയാൾക്ക് താങ്ങായും തണലായിട്ടുമൊക്കെ മാറാനും കഴിയാറുണ്ട്. സന്താനങ്ങളെ ഇവർ നല്ല രീതിയിൽ തന്നെ വളർത്തും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാറുണ്ട്. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ കുടുംബത്തിൽ പല ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും. വിവാഹശേഷം രണ്ടുപേർക്കും വ്യക്തിപരമായ പല നേട്ടങ്ങളും ഉണ്ടായി എന്നും വരാം. ആയില്യം നക്ഷത്രം. തൃക്കേട്ടിൽ ജനിച്ച സ്ത്രീയും ആയില്യത്തിൽ പിറന്ന പുരുഷനും തമ്മിൽ 10ൽ 9 പൊരുത്തങ്ങളാണ് ഉള്ളത്. തിരിച്ചായാൽ 10ൽ 7 പൊരുത്തങ്ങളും ഉണ്ടായിരിക്കും. അതായത് തൃക്കേട്ടയുമായി ഏറ്റവും ചേർച്ചയുള്ള നാളാണ് ആയില്യം. ഒരുതരം വൈകാരികമായിട്ടുള്ള ആത്മബന്ധം ഈ നാളുകളിൽ ജനിച്ചവർ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പരസ്പരം അധിക നാൾ പിണങ്ങിയിരിക്കാനോ കേൾക്കാതെ ഇരിക്കാനോ കാണാതെ ഇരിക്കാനോ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കഴിയാറില്ല. ആയില്യത്തിൽ പിറന്ന വ്യക്തി തന്നെയാകും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ആയില്യത്തിൻ്റെ പല തീരുമാനങ്ങളും തലകുലുക്കി സമ്മതിക്കാൻ മാത്രമേ തൃക്കേട്ടയ്ക്ക് സാധിക്കാറുള്ളൂ. എതിർത്തു നിൽക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും. ഇവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടായാൽ വലിയ പ്രശ്നങ്ങളായി അത് കലാശിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാനും സാധിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം കോംപ്രമൈസ് ആകാൻ വരുന്നതും തൃക്കേട്ട തന്നെ ആയിരിക്കും. പലതും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി തന്നെ ആയിരിക്കും. ബന്ധുക്കളുടെയും അന്യരുടെയും കാര്യങ്ങൾ പറഞ്ഞാകും ഇവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സാമ്പത്തികമായും സമൂഹത്തിലും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ദമ്പതികൾ നയിക്കുന്നവയാണ്. മകം നക്ഷത്രം. ഗണപ്പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ് മകവും തൃക്കേട്ടയും. ഇവരുടെ ഇടയിൽ നല്ല ദാമ്പത്യം തന്നെ ഉണ്ടാകാറുണ്ട്. ഇല്ലായ്മകളിലും സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വീഴുമ്പോൾ പിന്താങ്ങിയും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകും. കുടുംബത്തിൻ്റെ പുരോഗതിക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് ഇവർ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും കോംപ്രമൈസിന് തയ്യാറാകുന്നത് മകത്തിൽ പിറന്ന വ്യക്തി തന്നെ ആയിരിക്കും. എന്നാൽ മകത്തിൻ്റെ തീരുമാനങ്ങളാകും പലപ്പോഴും കുടുംബത്തിൽ നടപ്പിലാകുക. ഈ കുടുംബത്തിൻ്റെ താക്കോൽ മകൻ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ കയ്യിലായിരിക്കും. സ്ത്രീയുടെ നക്ഷത്രം തൃക്കേട്ടയാകുന്നതാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തമ്മിൽ ഒന്നാകുന്ന സാഹചര്യങ്ങളിൽ കൂടുതലും ഗുണകരം. പൂരം നക്ഷത്രം. പൂരത്തിൽ പിറന്ന സ്ത്രീക്ക് തൃക്കേട്ടിൽ ജനിച്ച പുരുഷൻ ചേരും. സംതൃപ്തിയുള്ള ദാമ്പത്യ ജീവിതം ഇവർ തമ്മിൽ നയിക്കും. പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ചകൾ നടത്തിയുമൊക്കെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. പൂരത്തിൽ പിറന്ന സ്ത്രീ ആയിരിക്കും കുടുംബത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്. കുടുംബത്തെ നിയന്ത്രിക്കാൻ പൂരത്തിന് സാധിക്കും. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ തൃക്കേട്ട എടുത്താലും പൂരത്തിന് അത് തിരുത്താൻ പലപ്പോഴും കഴിയാറുണ്ട്. വിവാഹശേഷം പൂരത്തിൽ ജനിച്ച വ്യക്തിക്ക് തൊഴിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകുന്നതായി കാണാറുണ്ട്. പൂരത്തിൽ പിറന്ന പുരുഷനും തൃക്കേട്ടിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ മധ്യമ പൊരുത്തമാണ് ഉള്ളത്. ജീവിതം അത്ര സന്തോഷകരം ആയില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഈ ദമ്പതികൾക്കും സാധിക്കും. ഉത്രം നക്ഷത്രം. ഉത്രത്തിൽ പിറന്ന സ്ത്രീക്ക് തൃക്കേട്ടയിൽ പിറന്ന പുരുഷൻ ചേരില്ല. എന്നും എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സന്തോഷം ദീർഘനാൾ നീണ്ടു നിൽക്കണം എന്നില്ല. ഒരു കാര്യത്തിലും ഒത്തൊരുമ വരില്ല. കലഹങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സംജാതമാകും. തൃക്കേട്ടയെ നിയന്ത്രിക്കാൻ ഉത്രത്തിന് എത്ര ശ്രമിച്ചാലും സാധിക്കണം എന്നില്ല. ഈ ദാമ്പത്യത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നതും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ആയിരിക്കും. തൃക്കേട്ടയിൽ പിറന്ന പുരുഷനും ഉത്രത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ അധികം ചേർച്ച പറയാനാകില്ല. എങ്കിലും ആദ്യകാലത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് സന്താനലബ്ധിക്ക് ശേഷം ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തം നക്ഷത്രം. അത്തത്തിൽ ജനിച്ച സ്ത്രീയും തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും തമ്മിൽ യോനിപ്പൊരുത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. കുടുംബത്തിൻ്റെ നിയന്ത്രണം അത്തത്തിൽ പിറന്ന സ്ത്രീ ആയിരിക്കും ഏറ്റെടുക്കുന്നത്. അത്തത്തിൻ്റെ പ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തൃക്കേട്ടയ്ക്ക് പലപ്പോഴും സാധിക്കണം എന്നില്ല. വിവാഹശേഷം അത്തത്തിൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാകാം. അത്തത്തിൽ ജനിച്ച പുരുഷന് തൃക്കേട്ടിൽ ജനിച്ച സ്ത്രീ ചേരില്ല. ഇവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്ന വിഷയങ്ങൾ കുറവായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കുറഞ്ഞിരിക്കും. അകന്ന് കഴിയേണ്ട സാഹചര്യങ്ങൾ പോലും വന്നേക്കാം. തൃക്കേട്ട എത്ര അഡ്ജസ്റ്റ് ചെയ്താലും അത്തം തന്നെ മനസ്സിലാക്കാത്ത സ്ഥിതി പലപ്പോഴും ഇവരുടെ ഇടയിൽ സംജാതമാകും. അതുകൊണ്ട് തന്നെ അകന്ന് കഴിയേണ്ട അവസ്ഥകളും ഒരുപക്ഷെ വിവാഹ മോചനവും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തമ്മിൽ ഉണ്ടായേക്കാം. ചിത്തിര നക്ഷത്രം. ചിത്തിരയിൽ പിറന്ന സ്ത്രീക്ക്
തൃക്കേട്ടയിൽ പിറന്ന പുരുഷൻ ചേരില്ല. ശരിയാകും എന്ന് എത്ര പ്രതീക്ഷിച്ചാലും ഒന്നും ശരിയാകാത്ത അവസ്ഥ ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടാകും. പൊരുത്തക്കുറവാണ് പ്രധാന വിഷയം. കലഹങ്ങൾ ഉണ്ടായാൽ രണ്ടുപേരും വീഴ്ചയ്ക്ക് രണ്ടുപേരും അതിനെ ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം എന്നില്ല. പരസ്പരം കട്ടയ്ക്ക് നിന്ന് തന്നെ പോരാടും. വിട്ടുവീഴ്ച മനോഭാവം രണ്ടു പേർക്കും കുറഞ്ഞിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടായി എന്നും വരാം. എന്നാൽ തൃക്കേട്ടയിൽ പിറന്ന സ്ത്രീക്ക് ചിത്തിരയിൽ ജനിച്ച പുരുഷൻ ചേരും. 10ൽ 6.5 പൊരുത്തം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കും. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ടു പോകാൻ ഈ ദമ്പതികൾക്ക് കഴിയും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിരിഞ്ഞിരിക്കാൻ കഴിയാതെ വരും. ഗണപൊരുത്തം ഉള്ളതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. സമൂഹത്തിലും നല്ല നിലയും വിലയും ഈ കുടുംബം ആർജിക്കും. ചോതി നക്ഷത്രം. ചോതിയും തൃക്കേട്ടയും തമ്മിൽ മധ്യമ പൊരുത്തമാണ് ഉള്ളത്. പരസ്പരം സ്നേഹിക്കാൻ ഈ ദമ്പതികൾക്ക് സാധിക്കാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോതി നയപൂർവം പെരുമാറി സാഹചര്യം തണുപ്പിക്കും. തൃക്കേട്ടയെ പല കാര്യത്തിലും തിരുത്തും. നല്ല ഉപദേശങ്ങൾ ചോതി നൽകും. എങ്കിലും ചോതി പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നില്ല. ഇവർ ചേരുന്ന കുടുംബങ്ങൾ അത്യാവശ്യം നല്ല ജീവിത ചുറ്റുപാടിൽ തന്നെ കഴിയാറുണ്ട്. നല്ല സന്താനങ്ങൾ ഉണ്ടാവുകയും അവരെ നല്ലതുപോലെ വളർത്താനും സാധിക്കും. രണ്ടുപേർക്കും പരസ്പരം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ദാമ്പത്യത്തിലെ വിജയം. വിശാഖം നക്ഷത്രം. വിശാഖത്തിൽ ജനിച്ച സ്ത്രീയും തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും തമ്മിൽ 3-ാം നാളുകളാണ്. അതായത് ചേരില്ല. അതുകൊണ്ട് തന്നെ തീരാത്ത കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം ദാമ്പത്യം സംഘർഷഭരിതമായി കൊണ്ടേയിരിക്കും. രണ്ടുപേർക്കും ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ വരും. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ ശത്രുതയും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുമൊക്കെ ഇവർ തമ്മിൽ സംജാതമാകും. ദീർഘനാൾ ആ ദാമ്പത്യം മുന്നോട്ട് പോകണം എന്നും ഇല്ല. എന്നാൽ തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീക്ക് വിശാഖത്തിൽ ജനിച്ച പുരുഷൻ ചേരും. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. വിശാഖത്തിൻ്റെ ഏകദേശം എല്ലാ തീരുമാനങ്ങളോടും യോജിച്ച് നിൽക്കാൻ തൃക്കേട്ടയ്ക്ക് സാധിക്കും. യോജിച്ചില്ലെങ്കിൽ കൂടിയും യോജിച്ചതായി ഭാവിക്കാൻ തൃക്കേട്ടയ്ക്ക് സാധിക്കും. നല്ല നിലയിൽ തന്നെ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകും. അനിഴം നക്ഷത്രം. ചേർച്ചയുള്ള നാളുകളാണെങ്കിലും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ദമ്പതികളായിരിക്കും ഇവർ. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയണം എന്നില്ല. ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാതെ വരും. രണ്ടുപേർക്കും മനംമാറ്റം അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുടുംബത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെ വലിയ മാനസിക സംഘർഷം അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരാളെ ആശ്വസിപ്പിക്കാൻ മറ്റേയാൾക്ക് സാധിക്കാതെ വരും. നല്ലത് വന്നാലും ദോഷം വന്നാലും ഒരുമിച്ച് ഒരേ സമയം വരും. പ്രതിസന്ധികൾ വന്നുപോയാൽ വളരെ കാലമെടുത്തു മാത്രമേ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സാധിക്കാറുള്ളൂ. എങ്കിലും അഗാധമായി സ്നേഹിക്കാൻ, സ്നേഹം നിലനിർത്താൻ ഇവർക്ക് കഴിയും. ഇവർ ചേരുന്ന കുടുംബങ്ങൾ ശരാശരി രീതിയിൽ കഴിഞ്ഞു പോകാറാണ് പതിവ്. സ്ത്രീയുടെ നക്ഷത്രം അനിഴവും പുരുഷന്റെ നക്ഷത്രം തൃക്കേട്ടയും ആയി വരുന്നതാണ് ഗുണകരം. തൃക്കേട്ട. തൃക്കേട്ടയും ചേർച്ചയുള്ള നാളുകളല്ല. നല്ലത് വന്നാലും ദോഷം വന്നാലും ഒരുപോലെ വരും. ജീവിതത്തിൽ കുഴപ്പങ്ങൾ വന്നാൽ കുറേ കാലം കുഴപ്പം തന്നെ ആയിരിക്കും. നല്ലത് വന്നാൽ കുറേ കാലം നല്ലതായിരിക്കും. ഏത് കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവരുടെ ദാമ്പത്യത്തിൽ കാണാറുണ്ട്. രണ്ടുപേരും ഏതാണ്ട് അങ്ങനെ തന്നെയായിരിക്കും. ദുഃഖങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് കരകയറാൻ രണ്ടാളും പാടുപെട്ടു എന്നിരിക്കും. ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നതായി കാണാറില്ല. ഉയർച്ച താഴ്ചകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും
ഇടയ്ക്കിടെ ഇവരെ വേട്ടയാടാറുണ്ട്. കലഹങ്ങൾ വരുമ്പോൾ രണ്ടാളും ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്യും. എങ്കിലും ദീർഘനാൾ വിരോധത്തിൽ കഴിയാൻ ഇവർക്ക് സാധിക്കാറില്ല. പിണങ്ങിയിരിക്കാനും ഇവർക്ക് കഴിയാറില്ല. ജീവിതം ഏറെയും സംഘർഷഭരിതമായിരിക്കാനാണ് സാധ്യത. മൂലം നക്ഷത്രം. തൃക്കേട്ടയും മൂലവും ചേരുന്ന നാളുകളാണ്. വലിയ ഐക്യമൊന്നും ഉണ്ടായില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. പരസ്പരം നല്ലപോലെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഇല്ലായ്മകളിൽ പോലും ചേർന്ന് നിൽക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. എന്നാൽ ഒരുപാട് വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്നവരാണ്. യോജിപ്പ് വരുന്ന വിഷയങ്ങൾ കുറവായിരിക്കും. അതിനെയൊക്കെ കവച്ചു വയ്ക്കാൻ ഇവരുടെ സ്നേഹത്തിന് സാധിക്കും എന്ന് വേണം പറയാൻ. പ്രതിസന്ധികളിൽ ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ്. പിണക്കങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ ഇവർക്ക് കഴിയും. രണ്ടുപേരും പരസ്പരം അധികം ആശ്രയിക്കണം എന്നില്ല. രണ്ട് വ്യക്തിത്വങ്ങളായി എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തുന്നവരാണ്. സമൂഹത്തിൽ നിലയും വിലയും ഇവർ ചേർന്ന കുടുംബങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പൂരാടം നക്ഷത്രം. തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീക്ക് പൂരാടത്തിൽ പിറന്ന പുരുഷൻ ചേരില്ല. മൂന്നാം നാളുകളാണ്. ഒരു കാര്യത്തിലും യോജിപ്പ് ഉണ്ടാകണം എന്നില്ല. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് ഇഷ്ടമാകില്ല. സമാധാനക്കുറവ് ഇവരുടെ ദാമ്പത്യത്തെ പലപ്പോഴും സംഘർഷഭരിതമാക്കി എന്നിരിക്കും. എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ കലഹിക്കുന്ന സ്ഥിതിയും വന്നേക്കാം. നിസാര കാര്യങ്ങൾ പോലും വഴക്കിൽ കലാശിച്ചു എന്നിരിക്കാം. ഇവർ ചേരുന്ന കുടുംബങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായും കാണാറില്ല. പല പ്രയാസങ്ങളും ഉണ്ടായി എന്നും ഇരിക്കും. പൂരാടവുമായി ചേർന്നു പോകാൻ തൃക്കേട്ടയ്ക്ക് കഴിയാതെ വരും. തൃക്കേട്ടയെ മനസ്സിലാക്കാൻ പൂരാടത്തിനും സാധിക്കണം എന്നില്ല. എന്നാൽ തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും പൂരാടത്തിൽ പിറന്ന സ്ത്രീയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ദാമ്പത്യം പലപ്പോഴും സംഘർഷഭരിതം ആകാറുണ്ട്. അത്ര ഒരു ചേർച്ച ഈ നാളുകൾ തമ്മിൽ കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഉത്രാടം നക്ഷത്രം. തൃക്കേട്ടയും ഉത്രാടവും തമ്മിൽ മധ്യമ പൊരുത്തമാണ് ഉള്ളത്. കുഴപ്പമില്ലാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും ഒക്കെ ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. പരസ്പരം സ്നേഹിക്കാൻ ഇവർക്കാകും. തെറ്റുകളെ ക്ഷമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഒക്കെ കഴിയുന്നവരാണ്. കുറേയൊക്കെ ഇവർ കണ്ടില്ലെന്നും കേട്ടില്ല എന്നും ഒക്കെ വയ്ക്കും. പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ്. തൃക്കേട്ടയുടെ പരാതിയും പരിഭവങ്ങളും പലപ്പോഴും ഉത്രാടം കേട്ടില്ലെന്ന് വയ്ക്കും. ഇത് സംഘർഷങ്ങൾക്കും കാരണമായേക്കാം. എങ്കിലും തൃക്കേട്ടയുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കാൻ ഉത്രാടത്തിന് മനസ്സുണ്ടായിരിക്കും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. സ്വന്തമായി ഭൂമി, വീട്, വാഹനം തുടങ്ങിയ നിരവധി നല്ല ഭൗതിക ചുറ്റുപാടുകളിൽ ഈ കുടുംബം കഴിയുന്നതായി കാണാറുണ്ട്. സമൂഹത്തിലും നല്ല നിലയിൽ ഇവർ കഴിയുന്നതായി കാണാം. തിരുവോണം നക്ഷത്രം. തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീക്ക് തിരുവോണത്തിൽ ജനിച്ച പുരുഷൻ ചേരില്ല. ഇവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കുറഞ്ഞിരിക്കും. എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതി രണ്ടുപേരും തുടർന്നേക്കാം. ഇവർക്ക് അധിക നാൾ സ്നേഹത്തോടു കൂടി ഇരിക്കാൻ സാധിക്കാതെ വരും. കുറച്ചു കാലം സ്നേഹിച്ചു പോകും, കുറച്ചു കാലം കലഹിച്ചു പോകും, പിണങ്ങിപ്പോകും, സ്നേഹിച്ചു പോകും. അങ്ങനെ ഒരു പരിവർത്തനങ്ങൾ ഇവരുടെ ആ ഒരു സ്നേഹബന്ധങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കുടുംബം നോക്കി നടത്താനുള്ള കഴിവ് തിരുവോണത്തിനാകും കൂടുതലായിട്ടും ഉള്ളത്. എന്നാൽ തിരുവോണത്തിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിൽക്കാൻ തൃക്കേട്ടയ്ക്ക് പലപ്പോഴും സാധിക്കാതെ വരും. ഇങ്ങനെ ഭിന്നതകൾ പല വിഷയങ്ങളിലും ഉണ്ടായി വരും. എന്നാൽ തൃക്കേട്ടിൽ ജനിച്ച പുരുഷനും തിരുവോണത്തിലെ സ്ത്രീയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നവരാകും ഇവർ. സ്നേഹിച്ചും കലഹിച്ചും നല്ല ദാമ്പത്യം തന്നെ ഇവരുടെ ഇടയിൽ കാണാറുണ്ട്. അവിട്ടം നക്ഷത്രം. അവിട്ടവും തൃക്കേട്ടയും പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള
ദാമ്പത്യം തന്നെ ഉണ്ടാകാറുണ്ട്. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇല്ലായ്മകളിൽ പോലും പരസ്പരം കുറ്റപ്പെടുത്താതെ ചേർന്ന് നിൽക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഒരാൾ തളരുമ്പോൾ പങ്കാളിക്ക് താങ്ങായി മാറാൻ സാധിക്കും. അധിക നാൾ പിണങ്ങിയിരിക്കാനോ അകന്നിരിക്കാനോ ഇവർക്ക് കഴിയാറില്ല. ഒരു വൈകാരികമായിട്ടുള്ള ആത്മബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കും. പങ്കാളിയുടെ ഇഷ്ടത്തിന് വില കൊടുക്കുന്നവരാണ്. ഇവർ ചേരുന്ന കുടുംബങ്ങൾ സമൂഹത്തിലും നല്ല നിലയിൽ ജീവിക്കുന്നതായി കാണാറുണ്ട്. നല്ല സന്താനങ്ങൾക്ക് ഇവർ ജന്മം കൊടുക്കുകയും ചെയ്യും. ചതയം നക്ഷത്രം. ചതയത്തിൽ പിറന്ന സ്ത്രീക്ക് തൃക്കേട്ടയിൽ പിറന്ന പുരുഷൻ ചേരും. ഇവർ തമ്മിൽ നല്ല ദാമ്പത്യം തന്നെ ഉണ്ടാകാറുണ്ട്. നല്ല ഐക്യത്തോടുകൂടി ജീവിച്ചു പോകാൻ ഇവർക്ക് ആകും. ഇവർ ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചാൽ അതിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. ഉറച്ച സ്നേഹം തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഉണ്ടായിരിക്കും. പല കാര്യങ്ങളിലും ഇവർ വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഇവർ സന്നദ്ധരായിരിക്കും. എന്നാൽ തൃക്കേട്ടിൽ പിറന്ന സ്ത്രീക്ക് ചതയത്തിൽ പിറന്ന പുരുഷൻ ചേരില്ല. നല്ല ദാമ്പത്യം ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നില്ല. പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും ഇവർ തമ്മിൽ ഉണ്ടാകും. കലഹങ്ങൾ ഉണ്ടായാൽ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് തന്നെ പോരാടും. ഒന്നിലും ഇവർ വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് വരില്ല. ചിലർ അഡ്ജസ്റ്റ് ചെയ്യും, മറ്റു ചിലർ വിവാഹമോചനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രം. നല്ല പൊരുത്തം ഇല്ലാത്ത നാളുകളാണ് തൃക്കേട്ടയും പൂരുരുട്ടാതിയും. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവസാനിക്കാൻ ഇത്തിരി പാടാണ്. പിണക്കങ്ങൾ നീണ്ട നാളുകൾ നിലനിന്നു എന്ന് വരും. പരസ്പരം മനസ്സിലാക്കാൻ പല സന്ദർഭങ്ങളിലും ഇവർക്ക് കഴിയാറില്ല. ഒരാൾ മറ്റേയാളെ അടിച്ചമർത്താനും അയാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും താഴ്ത്തിക്കെട്ടാനും ഒക്കെ ശ്രമിച്ചു എന്നിരിക്കും. ഒരു വിഷയത്തിലും ഒരു ഐക്യം ഉണ്ടാകണം എന്നില്ല. ഇവരുടെ ഇടയിലുള്ള അകൽച്ച പരിഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയും അല്ല. ഒരാൾ നാട്ടിലും മറ്റേയാൾ വിദേശത്തുമൊക്കെയാണ് എങ്കിൽ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും. ഒരുമിച്ചിരിക്കുമ്പോൾ പിണക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ കൂടിയിരിക്കും. ഇവരുടെ ദാമ്പത്യം വിവാഹമോചനത്തിൽ എത്തുന്ന അവസ്ഥകളും പരസ്പരം ദീർഘനാൾ അകന്നു കഴിയുന്ന അവസ്ഥകളുമൊക്കെ കണ്ടുവരാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം. തൃക്കേട്ടയിൽ പിറന്ന പുരുഷനും ഉത്രട്ടാതിയിൽ ജനിച്ച സ്ത്രീയും തമ്മിൽ നല്ല ദാമ്പത്യ ജീവിതം തന്നെ ഉണ്ടാകാറുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ കാലത്തും സ്നേഹിച്ച് കഴിയാൻ ഈ ദമ്പതികൾക്ക് കഴിയും. തൃക്കേട്ടയുടെ തീരുമാനങ്ങളോട് യോജിച്ച് നിൽക്കാൻ ഉത്രട്ടാതിക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. തൃക്കേട്ട ദേഷ്യപ്പെട്ടാലും നയപൂർവം നിന്ന് സാഹചര്യം തണുപ്പിക്കാൻ ഉത്രട്ടാതിയിൽ പിറന്ന വ്യക്തിക്ക് സാധിക്കും. തൃക്കേട്ടയ്ക്ക് നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നതും ഉത്രട്ടാതിയിൽ പിറന്ന വ്യക്തിയായിരിക്കും. എല്ലാ കാര്യത്തിലും താങ്ങായി തണലായി കൂടെ നിൽക്കും. എന്നാൽ തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീയും ഉത്രട്ടാതിയിൽ പിറന്ന പുരുഷനും തമ്മിൽ ചേർച്ച കുറവ് ഉണ്ട്. ഇവർ തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പുലർത്തും. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സാധിക്കും. രേവതി നക്ഷത്രം. തൃക്കേട്ടയും രേവതിയും നല്ല പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല ദാമ്പത്യം ഇവർ തമ്മിൽ ഉണ്ടാകും. പരസ്പരം അധിക നാൾ പിണങ്ങിയിരിക്കാനൊന്നും ഇവർക്ക് ആകില്ല. ഒരു വൈകാരികമായിട്ടുള്ള സ്നേഹബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കും. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കും. പ്രതിസന്ധികളിൽ ഒറ്റക്കെട്ടായി നിൽക്കും. സന്താനങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തും. ഇവർ ചേർന്ന കുടുംബങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകുന്നതായി കാണാറുണ്ട്. സമൂഹത്തിലും ആ കുടുംബത്തിന് നിലയും വിലയുമൊക്കെ ഉണ്ടായിരിക്കും. സ്നേഹക്കൂടുതൽ കാരണമാണ് ഇവർ തമ്മിൽ കൂടുതലും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാറുള്ളത്. പൊസസീവ്നെസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കും. സ്ത്രീയുടെ നക്ഷത്രം രേവതിയും പുരുഷ നക്ഷത്രം തൃക്കേട്ടയും ആയിരിക്കുന്നതാണ് കൂടുതലും ഗുണകരം.
അപ്പോൾ ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിന് മറ്റ് നക്ഷത്രങ്ങളോടുള്ള പൊരുത്തവും അവർ ചേർന്ന ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങൾ. ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. നക്ഷത്ര പൊരുത്തം മാത്രമല്ല ഒരു വിവാഹ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. പാപസാമ്യം, ദശാസന്ധി, ജാതക ഘടന തുടങ്ങിയ കാര്യങ്ങളും കൂടെ പരിഗണിച്ച് വേണം ഒരു ദാമ്പത്യ ജീവിതം എപ്രകാരം പോകും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഒരു പൊതുവായിട്ടുള്ള ധാരണയ്ക്ക് വേണ്ടി ചെയ്ത വീഡിയോയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി.